യഹോവയായ ദൈവം ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നതായ 7 വാഗ്ദത്തങ്ങളാണ് ഈ കാണുന്നത്. ഈ 7 വാഗ്ദത്തങ്ങൾ നാം പഠിക്കുമ്പോൾ അത് അബ്രഹാമിനോട്, അതായത് വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതായ അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. ഈ അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തങ്ങൾ തൻ്റെ തലമുറകളോടും കൂടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ അബ്രഹാമിന് ലഭിച്ചതായ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾ എന്നറിയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അബ്രഹാമിൻ്റെ തലമുറയായിട്ടാണ് നാം കണക്കാക്കുന്നത്, ദൈവം കണക്കാക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിന് കൊടുത്തതായ ഈ 7 വാഗ്ദത്തങ്ങളും അബ്രഹാമിൻ്റെ സന്തതികളായ കർത്താവിനെ വിശ്വസിക്കുന്ന, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റെടുത്ത് ജീവിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ഈ അനുഗ്രഹം ദൈവം നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ദൈവമക്കളായ നാം ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം. അത് ദൈവം നമുക്ക് കൂടിയാണ് ഈ അബ്രഹാമിന് നൽകിയതായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് നാം വിശ്വസിക്കുക. ദൈവം എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് നൽകിയിരിക്കുന്നത്? നിന്നെ ഞാൻ ഒരു വലിയ ജനമാക്കി മാറ്റും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ മഹത്വപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവം അവിടെ പറയുന്നത് നമ്മെ വലിയൊരു ജനമാക്കി മാറ്റുമെന്ന്, ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന്, ദൈവം നമ്മുടെ പേരിനെ അറിയപ്പെടുന്നതാക്കി മാറ്റുമെന്ന്, ദൈവം നമ്മെ തന്നെ ഒരു അനുഗ്രഹമാക്കി വച്ചിരിക്കുന്നുവെന്ന്, നമ്മെ ആരൊക്കെയാണോ നമ്മുടെ മുഖത്ത് നോക്കി അനുഗ്രഹ വാക്കുകൾ പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്, എന്നാൽ നമ്മെ നോക്കി ശാപവാക്കുകൾ പറയുന്നവർ തന്നെ ശപിക്കപ്പെടുകയേ ഉള്ളൂ. നമ്മിലൂടെ ദൈവം അനേകം വ്യക്തികളെ, ഭൂമിയിലെ അനേകം വ്യക്തികളെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം നമ്മെ ശക്തമായി എടുത്തുപയോഗിക്കും എന്നൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങൾ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ, അബ്രഹാം കർത്താവിനെ എങ്ങനെയാണോ വിശ്വസിച്ചത്, അതായത് കണ്ണടച്ച് വിശ്വസിച്ചു. അബ്രഹാമിനോട് കർത്താവ് എന്ത് കാര്യം പറഞ്ഞാലും അതിനൊരു എതിർവാക്ക് പറയാതെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് ചെയ്തത്. എന്തു പറയുന്നോ അത് കേൾക്കുന്ന സ്വഭാവമായിരുന്നു ദൈവത്തിന്. പക്ഷേ ദൈവം അവിടെ എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കുകയാണെങ്കിൽ ഈ 7 വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുവാനിടയായിത്തീരും. നാം വിശ്വാസികളുടെ പിതാവിനെ മനസ്സിലാക്കി, വിശ്വാസികളുടെ പിതാവ് എങ്ങനെയാണ് കർത്താവിനെ വിശ്വസിച്ചത്, കർത്താവ് എന്തു പറഞ്ഞാലും അതനുസരണയോടെ കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതുപോലെ നാമും കർത്താവിൽ അനുസരിച്ച്, കർത്താവിൽ കീഴ്പ്പെട്ട്, കർത്താവ് പറയുന്നതിനെല്ലാം അച്ചടി അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നതിനോടൊപ്പം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലും വലിയ കൃപയും കൂടെ ഇരിക്കട്ടെ, വലിയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.